എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ സീന വോട്ടിനെ കൂട്ടി ക്യാബിനിലേക്ക് വരുന്നു. കാര്യം എന്താ, നിന്നെ കാണുമ്പോൾ എനിക്ക് എന്തോ ഡിഫറെൻ്റ് ആയപ്പോൾ തോന്നുന്നുണ്ട്, നിനക്ക് എന്തോ ചേഞ്ച് സംഭവിച്ച പോലെയെന്ന് വാട്ട് അവളോട് പറയുന്നു. സീന സിരിയെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് വോട്ടിനെ കാണിക്കുന്നു. സിരിയെ കാണുമ്പോൾ വോട്ട് കൺഫ്യൂസ് ആകുന്നുണ്ട്. ഇതെന്താ കാര്യം എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. നിന്റെ കൂടെയുള്ളത് എൻ്റെ ട്വിൻ സിസ്റ്ററാണ്, പേര് സീന എന്ന് സിരിയെ പറയുന്നു. വോട്ടിന് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നു. ഇവർ രണ്ടുപേരും ട്വിൻ സിസ്റ്റേഴ്സ് ആണെന്ന്. വോട്ടർ നല്ല പേഴ്സൺ ആണെന്ന് സിരിയ സീനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അത് സീനയ്ക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസരത്തിൽ വോട്ട് അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ഈ സീക്രട്ട് വോട്ടിനോട് പറഞ്ഞത്. ഈ കാര്യം താൻ സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യാന്ന് വോട്ട് പ്രോമിസ് ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ ഇവിടെ പായുടെ ഹസ്ബൻഡ് തന്റെ സെക്രട്ടറിയുമായി ഓഫീസിൽ റൊമാൻസ് ചെയ്യാണ്. അപ്പോൾ പാ ഓഫീസിലേക്ക് വരുന്നുണ്ട്. ബോസ് ബിസിയാണെന്ന് എംപ്ലോയീസ് പറയുന്നുണ്ടെങ്കിലും പാ ഒന്നും കേൾക്കാതെ ക്യാബിനിലേക്ക് വരുന്നു. ബോസിനെ സെക്രട്ടറിയുടെയും ഈ റൊമാൻസിനെ കുറിച്ച് ഓഫീസിൽ എല്ലാവർക്കും അറിയാം. ഇത് പാ അറിയാതിരിക്കാൻ വേണ്ടിയാണ് അവർ പായെ തടയാൻ ശ്രമിക്കുന്നത്. എന്തായാലും പാ ഓഫീസിലേക്ക് വരുമ്പോൾ അവിടെ എല്ലാം നോർമലായിരുന്നു. പായുടെ ഹസ്ബൻഡ് തന്റെ സെക്രട്ടറിക്ക് ഒരു ഫയൽ കൊടുത്ത ശേഷം അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു. നിന്റെ എംപ്ലോയീസ് പറഞ്ഞല്ലോ നീ ഇപ്പോൾ ബിസിയാണെന്ന് പാ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, എൻ്റെ ലൈഫിൽ നീ അല്ലാതെ മറ്റെന്താണ് എനിക്ക് പ്രയോറിറ്റി എന്ന് ഹസ്ബൻഡ് പറയുന്നു. സെക്രട്ടറി പോകാൻ തുടങ്ങുമ്പോൾ പാ അവളോട് ഒരു മിനിറ്റ്, നിന്റെ ബട്ടൺസ് പ്രോപ്പറായി ഇട്ടിരിക്കുന്നത് പറയുന്നുണ്ട്. രാവിലെ ഒരുപാട് ബിസിയില റെഡിയായത്, അതുകൊണ്ട് സംഭവിച്ച സോറി എന്ന് അവൾ പറയുന്നു. പാ പെട്ടെന്ന് അവളുടെ ഫ്രാഗ്രൻസ് സ്മെല്ല് ചെയ്യുന്നു. ഈ സ്മെല്ല് എനിക്ക് എവിടെയോ നല്ല പരിചയമുള്ള പോലെയെന്ന് പാ പറയുമ്പോൾ മാഡം യൂസ് ചെയ്യുന്ന സെയിം കമ്പനിയുടെ പെർഫ്യൂമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കും എന്ന് സെക്രട്ടറി പറയുന്നു. അതായിരിക്കും, ആ കമ്പനി വളരെ നല്ലതാണെന്ന് പാ പറയുന്നുണ്ട്. സെക്രട്ടറി എന്തായാലും അവിടുന്ന് പോകുന്നു. പായുടെ ഹസ്ബൻഡ് എണീറ്റ് വന്ന് അവളോട് ഒരുപാട് സ്വീറ്റായിട്ട് സംസാരിക്കുന്നു. നീ ഇതിനെ കഷ്ടപ്പെട്ട് ഓഫീസ് വരെ വന്നത് നിനക്കറിയാവുന്നല്ലേ എനിക്ക് നിന്നെ എന്തുമാത്രം ഇഷ്ടമാണെന്ന്. ഒരു വിധത്തിലും നിന്നെ കഷ്ടപ്പെടുത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല. നീ വെറുതെ ഇവിടെ വരെ നടന്നു വന്നു, നിന്റെ കാലുകൾക്ക് എന്തുമാത്രം ടയേർഡായി കാണും. ഹസ്ബൻഡിന്റെ ഈ സ്വീറ്റ് സംസാരത്തിൽ പാ വീഴുന്നുണ്ട്. എനിക്കറിയാം, അതുകൊണ്ടാ എനിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമെന്ന് പായും പറയുന്നു. താൻ രക്ഷപ്പെട്ടു എന്ന് ഹസ്ബൻഡ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഇനി ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. പാ ഓഫീസിലേക്ക് വന്നെന്ന കാര്യം ഒരു എംപ്ലോയി ഇദ്ദേഹത്തിന് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് പാ ഓഫീസിലേക്ക് വന്നപ്പോൾ എല്ലാം നോർമലായിരുന്നത്. താൻ രക്ഷപ്പെട്ടു എന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്നു. ഈ സീനിൽ ക്രിട്ട് ന്യൂട്ടിന്റെ കൂടെ ഇരുന്ന് ഓഫീസിൽ വർക്ക് ചെയ്യാണ്. ക്രിട്ട് തീയുടെ ഫാമിലി ലോയറാണ്, അതുകൊണ്ട് അവൻ കൂടുതലും ന്യൂട്ടിന്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സിരിയ ക്രിട്ടിനെ കോൾ ചെയ്യുന്നു. അവൻ എണീറ്റ് പോയി മാറി ഇന്ന് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇത് ന്യൂട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഇവർ രണ്ടുപേരും കമ്പനിയുടെ കുറച്ച് ലീഗൽ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം എന്ന് ക്രിട്ട് ചോദിക്കുമ്പോൾ നിനക്കറിയാവുന്നതല്ലേ സീന കമ്പനി ജോയിൻ ചെയ്തു എന്ന്. എല്ലാ കാര്യങ്ങളും പ്രോപ്പറായി ഹാൻഡിൽ ചെയ്യാൻ അവളെ കൊണ്ട് പറ്റുന്നുണ്ടോ എന്ന് സിരിയ ചോദിക്കുന്നു. നീ വറിയേണ്ട ആവശ്യമില്ല, ഇത് നിന്റെ സിസ്റ്ററായ സീനയാണ്, എല്ലാ കാര്യങ്ങളും നന്നായി ഹാൻഡിൽ ചെയ്യാൻ അവൾക്കറിയാമെന്ന് ക്രിട്ട് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ സിരിയയ്ക്ക് സമാധാനമാകുന്നുണ്ട്. ബായ് പറഞ്ഞ ശേഷം അവൾ കോൾ കട്ട് ചെയ്യുന്നു. ക്രിട്ട് തിരിച്ചു വരുമ്പോൾ ന്യൂട്ട് അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ക്രിട്ട്, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞാണ് കമ്പനി കാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങളും മിക്സപ്പ് ചെയ്യരുതെന്ന്, അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്ന്. എൻ്റെ കമ്പനി വർക്ക് ചെയ്യുമ്പോൾ എംപ്ലോയീസ് മറ്റ് കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ ഇത് ഒരു എംപ്ലോയീസിനെ അനുവദിക്കുന്നതല്ല, എസ്പെഷ്യലി നിന്നെ. കാരണം നീ ഞങ്ങളുടെ കമ്പനി ലോയറാണ്. നീ എന്തെങ്കിലും അബദ്ധം കാണിക്കുകയാണെങ്കിൽ അത് കാരണം ഈ കമ്പനിക്ക് വലിയ നഷ്ടമായിരിക്കും സംഭവിക്കുന്നതെന്ന് അവൾ പറയുന്നുണ്ട്. ക്രിട്ടിനോട് സംസാരിച്ച ശേഷം സിരിയ ഫോൺ വെക്കുന്നു. പക്ഷെ അവളുടെ ഹെൽത്ത് നല്ല മോശമായിരുന്നു. അവൾക്ക് തല ഇറങ്ങുന്നുണ്ട്. അവൾ ബോധം കെട്ട് വീഴുന്നു. ഈ സീനിൽ ന്യൂട്ട് സീനയുടെ കാല് മസാജ് ചെയ്യാണ്. നീ ഇതെന്താ ചെയ്യുന്നതെന്ന് സീന ചോദിക്കുമ്പോൾ ഇത് ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ്. റിയൽ സിരിയുടെ കാല് റെഡിയാകുന്ന പോലെ നിന്റെ കാല് റെഡിയാകണം. അതിനുവേണ്ടി നീയും മസാജ് ചെയ്യുകയും എക്സസൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നെന്ന് ഇവരെല്ലാവരും കാണിക്കണം എന്ന് അവൾ പറയുന്നുണ്ട്. ഇതെല്ലാം ഇവർ ചെയ്യുന്നത് തീയെ കാണിക്കാൻ വേണ്ടിയാണ്. കാരണം തീ അപ്പോൾ വീട്ടിലുണ്ടായിരുന്നു. സോ അവനെ കേൾപ്പിക്കാനായി ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടിരുന്നു. കാൽ ഇതുപോലെ മസാജ് ചെയ്യുകയും ഇങ്ങനെ പൊക്കുകയും താക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിന്റെ കാല് പെട്ടെന്ന് ഓക്കെ ആകുമെന്ന് അദ്ദേഹം പറഞ്ഞെന്ന് ഞാൻ പറയുന്നുണ്ട്.
അപ്പോൾ തീ അവിടേക്ക് വരുന്നു. ഇവനെ കാണുമ്പോൾ ഞാൻ കൂടുതൽ ആക്ട് ചെയ്യുന്നുണ്ട്. എന്ത് എക്സസൈസ്ന്ന് അവൻ ചോദിക്കുമ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞാണ് ഇതുപോലെ പതുക്കെ പൊക്കേം താക്കി മസാജൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് തീ വന്ന് സീനയുടെ കാല് ഒരു 80 ഡിഗ്രി പൊക്കുന്നുണ്ട്. നീ എന്തേ ചെയ്യുന്നത്? ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കാൽ ഒടിയേ ഉള്ളൂ. പേഷ്യൻ്റ് ഒരിക്കലും റിക്കവർ ആകില്ല. ഇതുപോലെ പതുക്കെ ഡോക്ടർ ചെയ്യുന്ന പോലെ നമ്പർ കൗണ്ട് ചെയ്ത് പതുക്കെ പൊക്കുകയും താക്കുകയും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ കാവുൻ്റെ ഒരാവശ്യത്തിന് വേണ്ടി ഞാൻ അവിടുന്ന് പോകേണ്ടി വരുന്നു. പോകുന്നതിന് മുന്നേ എങ്ങനെ ചെയ്യണമെന്ന് തീക്ക് അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് പോകുന്നു. ഇങ്ങനെ ചെയ്താൽ നിന്റെ കാല് പെട്ടെന്ന് റെഡിയാകുമല്ലേ എന്ന് ചോദിച്ച് തീ അവളെയും കൊണ്ട് അവളെ കാലിൽ പിടിച്ച് എക്സസൈസ് ചെയ്യിക്കുന്നു. തീ അവളെ ടീസുകയും ചെയ്യുന്നുണ്ട്. സീനയ്ക്ക് നന്നായിട്ട് ഇറിറ്റേറ്റ് ആകുന്നു. അവൾ ആ കാലുകൊണ്ട് അവനെ കിക്ക് ചെയ്യുന്നുണ്ട്. അവൻ ബെഡിന് താഴെ വീഴുന്നു. എന്ത് സംഭവിച്ചെന്ന് അവന് മനസ്സിലാകുന്നില്ല. ഇത് കണ്ട് കാവും സീനയെ സ്മൈൽ ചെയ്യുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ബെഡിലിരുന്ന് നിന്റെ കാല് എക്സസൈസ് ചെയ്യിക്കായിരുന്നു. പെട്ടെന്ന് നീ എന്നെ കിക്ക് ചെയ്തു. അത് കാരണമാണ് ഞാൻ താഴെ വീണത്. നിന്റെ കാല് റെഡിയായോന്ന് അവൻ ചോദിക്കുന്നു. നീ എന്തേ പറയുന്നത്? ഞാൻ എങ്ങനെയാ നിന്നെ കിക്ക് ചെയ്യുന്നത്? എൻ്റെ കാലുകൾ പാരലൈസ് ആണെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ? നീ പ്രോപ്പറായിട്ടല്ല എക്സസൈസ് ചെയ്യിച്ചത്, അതുകൊണ്ടാണ് നീ താഴെ വീണേന്ന് സീന പറയുന്നു. തീ അപ്പോഴും കൺഫ്യൂസായി നിൽക്കുകയാണ്. സീന അവൻ്റെ മുന്നിൽ ഒന്നും അറിയാത്ത പോലെ ആക്ട് ചെയ്യുന്നു. എൻ്റെ കാലുകൾ എക്സസൈസ് ചെയ്യിക്കാൻ നിനക്ക് താല്പര്യമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഇങ്ങനെ എന്നെ ഒരു കാര്യവുമില്ലാതെ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് അവൾ പറയുന്നുണ്ട്. കാവു അപ്പോൾ സീനയുടെ ഫോൺ യൂസ് ചെയ്ത് ഗെയിം കളിക്കുകയായിരുന്നു. അവൻ്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകുന്നുണ്ട്. അപ്പോഴാണ് സിരിക്ക് സുഖമില്ലെന്ന കാര്യം പറയാനായി ആൻറ്റി സീനെ കോൾ ചെയ്യുന്നത്. കോള് കണക്റ്റ് ആകുന്നില്ല. ആൻറ്റി ആകെ വറീഡ് ആകുന്നുണ്ട്. കാരണം സീനയ്ക്ക് ഹൈ ഫീവർ ആയിരുന്നു. ഈ സീനിൽ ഒരു മീറ്റിങ്ങിന് പോകാനായി നുട്ട് റെഡിയാകുകയാണ്. ക്രിറ്റിൻ്റെ കൂടെയാണ് അവൾ ഈ മീറ്റിങ്ങിന് പോകുന്നത്. അവൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. റെഡിയായ ശേഷം ചെരുപ്പിടാനായി തൻ്റെ ഹീൽസിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഈ ഡ്രസ്സിൻ്റെ കൂടെ ഏത് പെയർ ചെയ്യണമെന്ന് അവൾ കൺഫ്യൂസ് ആയിരുന്നു. അപ്പോൾ ഒരു ചെരുപ്പ് കാണുമ്പോൾ അവൾ ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. ഒരിക്കലൊരു ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടി ക്രിറ്റിൻ്റെ കൂടെ അവൾ വെളിയിൽ പോയപ്പോൾ അവളുടെ ചെരുപ്പിൻ്റെ ഹീൽസ് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രിറ്റ് പോയി അവൾക്ക് വേണ്ടി ഒരു പുതിയ ചെരുപ്പ് വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. ഈ ചെരുപ്പാണത്. ഇത് കണ്ട് അവൾ ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. അവൾ ഈ ചെരുപ്പ് സെലക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഇടയായിട്ട് ജോബിൻ്റെ ആവശ്യത്തിന് വേണ്ടി ക്രിറ്റ് ഒരുപാട് നേരം നുട്ടുമായാണ് സ്പെൻഡ് ചെയ്യുന്നത്. അവൻ്റെ ക്യാരക്ടർ ഓൾറെഡി കെയറിങ് ആണ്. സോ നോർമലി അവൻ നുട്ടിനെ കെയർ ചെയ്യുന്നു. പക്ഷേ അവൻ്റെ ഈ ക്യാരക്ടർ നുട്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. കാരണം മാരേജിന് ശേഷം പോപ്പുമായിട്ട് നുട്ടിൻ്റെ ലൈഫ് അത്ര നല്ലതല്ലായിരുന്നു. അവരുടെ കുഞ്ഞിൻ്റെ മരണത്തിന് ശേഷം അവർ തമ്മിൽ ഒരുപാട് ഫൈറ്റുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് നാൾക്ക് ശേഷം തന്നെ ഒരാൾ കെയർ ചെയ്യുന്ന കാണുമ്പോൾ നുട്ട് ഒരുപാട് ഇംപ്രസ് ആകുന്നുണ്ട്. അവൾ ക്രിറ്റിനെ ലൈക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായി ക്രിറ്റിനെ വെയിറ്റ് ചെയ്ത് നുട്ട് റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. അവൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. അപ്പോൾ ക്രിറ്റ് അവളെ കോൾ ചെയ്യുന്നു. എനിക്ക് മീറ്റിങ്ങിന് വരാൻ പറ്റില്ല, അത്യാവശ്യമായിട്ട് മറ്റൊരു സ്ഥലം വരെ പോകണമെന്ന് ക്രിറ്റ് പറയുന്നു. ഇത് കേട്ട് നുട്ടിന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. ഈ മീറ്റിംഗ് അല്ലാതെ നിന്റെ ലൈഫിൽ മറ്റെന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് അവൾ സ്വയം ചോദിക്കുന്നു. ഇവിടെ ക്രിറ്റ് വന്നിരിക്കുന്നത് സിരി അടുത്തേക്കാണ്. ഞാൻ സീനെ ഒരുപാട് കോൾ ചെയ്തു, പക്ഷേ കോള് കണക്റ്റ് ആകുന്നില്ല. എനിക്കാകെ പേടിയായി, അതുകൊണ്ടാണ് നിന്നെ കോൾ ചെയ്തെന്ന് ആൻറ്റി പറയുന്നു. അത് സാരമില്ല, സിരിക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഡോക്ടറിനെ കാണിച്ചുവെന്ന് ക്രിറ്റ് ചോദിക്കുമ്പോൾ ഡോക്ടർ വന്ന് ട്രീറ്റ് ചെയ്തായിരുന്നു. പക്ഷെ എന്നിട്ടും ഈ ഫീവർ മാറുന്നില്ല. ഇപ്പോഴും നല്ല ടെമ്പറേച്ചർ ഉണ്ടെന്ന് ആൻറ്റി പറയുന്നു. ഇന്നലെ രാത്രി മുതൽ ആൻറ്റി ഉറങ്ങാതിരിക്കുകയല്ലേ? ഇനി കുറച്ചു നേരം പോയി റെസ്റ്റ് എടുത്തോളൂ, സിരിയുടെ കൂടെ ഞാൻ ഇരിക്കാമെന്ന് അവൻ പറയുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞ് ആൻറ്റി അവിടുന്ന് പോകുന്നു. ക്രിട്ട് വന്ന് സിരിയുടെ അടുത്തിരിക്കുന്നു. സിരി അപ്പോഴും അബോധാവസ്ഥയിലായിരുന്നു. ക്രിട്ട് അവളെ നന്നായി കെയർ ചെയ്യുന്നുണ്ട്. സിരി ഉറക്കത്തിൽ പോപ്പിൻ്റെ പേര് പറയുന്നു. പോപ്പ് എന്നെ വിട്ടു പോകരുത്, പോപ്പ് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്നെല്ലാം അവൾ പറയുന്നുണ്ട്. സിരി എന്തൊക്കെയോ ദുസ്വപ്നം കാണാണെന്ന് ക്രിറ്റിന് മനസ്സിലാകുന്നുണ്ട്. അവൻ അവളെ സമാധാനിപ്പിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ സിരിക്ക് ബോധം വരുന്നു. തൻ്റെ അടുത്ത് ക്രിറ്റിനെ കാണുമ്പോൾ അവൾ സർപ്രൈസ് ആകുന്നുണ്ട്. നീ എന്താ ഇവിടെയെന്ന് അവൾ ചോദിക്കുന്നു. സീനെ കോൾ ചെയ്തിട്ട് ആൻറ്റിയെ കിട്ടിയില്ല.
സോ ആൻറ്റി എന്നെ കോൾ ചെയ്യുന്ന അവൻ പറയുന്നുണ്ട്. ഇവിടെ നുട്ടാകട്ടെ ഒരുപാട് ദേഷ്യത്തിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാതെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ ക്രിട്ടുമായി സംസാരിക്കുന്നത് അവൾ കേൾക്കുന്നു. അവളുടെ സംസാരത്തിൽ നിന്ന് കാര്യം എന്താണെന്ന് ക്ലിയർ ആയിട്ട് നുട്ടിന് മനസ്സിലായില്ലെങ്കിലും ക്രിട്ട് പോയത് സിരിയുടെ ആവശ്യത്തിനാണെന്ന് മാത്രം അവൾക്ക് മനസ്സിലാകുന്നു. അവൾക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ക്രിട്ട് സിരിയെയും കൂട്ടി വെളിയിലേക്ക് വരുന്നു. കുറച്ച് ഫ്രഷ് എയർ ബ്രീത്ത് ചെയ്യുന്നത് അവളുടെ ഹെൽത്ത് നല്ലതാണെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷേ അവൾ എന്തോ ആലോചിച്ചിരിക്കുകയാണെന്ന് അവന് മനസ്സിലാകുന്നു. കാര്യം എന്താണ്? ഞാൻ കുറേ നേരമായി ശ്രദ്ധിക്കുന്നു. നീ ആകെ ഡിസ്റ്റർബ് ആണല്ലോ എന്ന് അവൻ പറയുന്നുണ്ട്. ഓഫീസിൽ വാട്ടെന്ന പേരുള്ള ഒരു എംപ്ലോയി ഉണ്ട്. അവൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. ഞാനും സീനിയർ ട്വിൻസ് ആണെന്ന കാര്യം അവനറിയാം. ഞാൻ തന്നെ ഈ കാര്യം അവനോട് പറഞ്ഞത്. കാരണം അവൻ നല്ലൊരു ഫ്രണ്ടാണ്, നല്ലൊരു പേഴ്സണാണ്. പക്ഷെ ഇത് കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് പേടിയുണ്ടെന്ന് സീന പറയുന്നു. ഇത്രയുള്ള കാര്യം, ഈ ചെറിയ കാര്യത്തിനാണോ നീ ഇത്രയും ടെൻഷൻ അടിച്ചത്? ഓഫീസിലെ കാര്യങ്ങളെല്ലാം ഞാൻ കെയർ ചെയ്തോളാം, നീ ടെൻഷൻ ആകണ്ടെന്ന് അവൻ പറയുന്നു. ഇവിടെ നുട്ട് നല്ല ദേഷ്യത്തിലായിരുന്നു. അവൾ നേരെ സീനെടുത്ത് വരുന്നു. സിരിയാണെന്ന് വിചാരിച്ച് തൻ്റെ ദേഷ്യം അവളോട് തീർക്കുന്നുണ്ട്. നീ എന്തിനാ എപ്പോഴും മറ്റുള്ള ആളുകളുടെ ലൈഫിൽ ഇൻ്റർഫിയർ ചെയ്യുന്നത്? നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരെ? എത്ര പേരുടെ ലൈഫിലാണ് നീ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നുട്ട് ചോദിക്കുന്നു. നീ എന്താ ഈ പറയുന്നത്? എനിക്ക് കാര്യം മനസ്സിലാകുന്നില്ല എന്ന് സീന പറയുമ്പോൾ, നീ എൻ്റെ മുന്നിൽ ഒരുപാട് ഇന്നോസെൻ്റായിട്ട് ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ക്രിട്ടിൻ്റെ കാര്യം പറയുന്നത്. നീ കാരണം അവന് ജോബിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നുട്ട് പറയുന്നു. ക്രിട്ടിൽ നിനക്ക് എത്ര അവകാശമുണ്ടോ എനിക്കും അത്രയും അവകാശമുണ്ട്. അവൻ ഈ വീട്ടിലെ ലോയറാണ്. എനിക്ക് അവനെ കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അവനെ കോൾ ചെയ്യുന്നതെന്ന് സീന പറയുന്നു. ഇതെല്ലാം കേട്ട് നുട്ടിന് ഒരുപാട് ദേഷ്യം വരുന്നു. അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ക്രിട്ട് സിരിയെ നന്നായിട്ട് കെയർ ചെയ്യുന്നു. അവൾക്ക് മെഡിസിൻസ് എടുത്തു കൊടുക്കുന്നു, വെള്ളം എടുത്തു കൊടുക്കുന്നു. അങ്ങനെ എല്ലാം ചെയ്ത ശേഷം താൻ പോകാണ്, നീ കെയർ ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. അപ്പോൾ അവൾ അവനോട് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. എന്നിട്ട് ഒരു ഗിഫ്റ്റ് എടുത്ത് അവന് കൊടുക്കുന്നു. എന്താണെന്ന് അവൻ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഒരു ഫോൺ കവറായിരുന്നു. അവൻ ഒരുപാട് ഹാപ്പി ആകുന്നു. നല്ല ക്യൂട്ട് കവറെന്ന് പറഞ്ഞ് അവൻ അപ്പോൾ തന്നെ അവൻ്റെ ഫോൺ ആ കവർ ഇടുന്നുണ്ട്. എൻ്റെ ഫോൺ ഇപ്പോൾ ഒരുപാട് ഹാൻഡ്സം ആയിട്ടുണ്ടെന്ന് അവൻ പറയുന്നു. ക്രിട്ട് ഇപ്പോൾ ചെറുതായിട്ട് സിരിയെ ലൈക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾ ആദ്യമായി തന്ന ഗിഫ്റ്റിൽ അവൻ ഒരുപാട് ഹാപ്പിയാണ്. ഞാൻ ഈ ഗിഫ്റ്റ് എന്നും സൂക്ഷിച്ചു വെക്കുമെന്ന് അവൻ പറയുന്നു. നെക്സ്റ്റ് സീനിൽ കമ്പനിയിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. മീറ്റിംഗിന് ശേഷം തീ ധാരികമായി സംസാരിക്കുന്ന കാണുമ്പോൾ സീനയ്ക്ക് ജലസി ഫീൽ ചെയ്യുന്നു. അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവിടെ നുട്ട് ക്രിട്ടിനെ തൻ്റെ ക്യാബിനിലേക്ക് വിളിപ്പിക്കുന്നു. അവനുമായിട്ട് എങ്ങനെയെങ്കിലും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അവൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. സോ ഓരോരോ റീസൺസ് കണ്ടെത്തി എല്ലാ കാര്യത്തിലും അവൾ ക്രിട്ടിൻ്റെ അഡ്വൈസ് ചോദിക്കും, അവനെ ഇൻ്റർഫിയർ ചെയ്യിക്കും. ഇവിടെ നുട്ട് ഒരു ഫയൽ തുറക്കുമ്പോൾ അതിനകത്ത് യു ആർ നെക്സ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നു, അതും ബ്ലഡ് കൊണ്ട്. ഇത് കണ്ട് അവൾ ഒരുപാട് പേടിക്കുന്നു. പെട്ടെന്ന് പുറകോട്ട് മാറുന്നുണ്ട്. ദേഹമെല്ലാം നന്നായിട്ട് വിറയ്ക്കുന്നു. ഇതാരാണ് എഴുതിയിരിക്കുന്നത്, അതും ബ്ലഡ് കൊണ്ടെന്ന് ആലോചിച്ച് അവൾ ഒരുപാട് പേടിക്കുന്നു. ക്രിട്ട് ഓടി അവളുടെ അടുത്തേക്ക് വന്ന് അവളെ കെയർ ചെയ്യുന്നു. നീ പേടിക്കേണ്ട, നീ ഇപ്പോൾ സേഫാണ്, ഇവിടെ ഞാനുണ്ട്, നീ ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യൂ, ഒന്നും പേടിക്കണമെന്ന് പറയുന്നു. ക്രിട്ട് ന്യൂട്ടിനെ ഇത്രയും കെയർ ചെയ്യുന്നത് അവൻ്റെ നേച്ചറാണ്. പക്ഷെ അവൻ്റെ ഈ ക്യാരക്ടർ അവൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവൾ കാമാകുന്നു. ഈ കാര്യം നീ വേറെ ആരോടും പറയരുത്, നമ്മൾക്കിടയിലെ സീക്രട്ട് ആയിരിക്കണം എന്ന് അവൾ പറയുന്നു. ഈ സീക്രട്ട് കീപ്പ് ചെയ്യാൻ അവനും തയ്യാറായിരുന്നു. ഞാൻ ഈ കാര്യം ആരോടും പറയില്ല എന്ന് അവനും പറയുന്നുണ്ട്. ഈ സീനിൽ റിയൽ സിരിയ ക്രിട്ടിൻ്റെ കൂടെ തൻ്റെ ഫ്രണ്ടായി വോട്ടിനെ കാണാൻ വരുന്നു. വോട്ട് വഴി അവരൊരു കാര്യം അറിയുന്നുണ്ട്, പായുടെ ഹസ്ബൻഡും അയാളുടെ സെക്രട്ടറിയും തമ്മിൽ അഫെയർ ആണെന്ന്. ഇതറിയുമ്പോൾ സിരിയും ക്രിട്ടും ഷോക്ക് ആകുന്നുണ്ട്. പാ എപ്പോഴും തൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിൽ ഒരുപാട് പ്രൗഡായിരുന്നു. തന്നെ അല്ലാതെ മറ്റൊരു ലേഡിയും അയാൾ നോക്കിയില്ലെന്നെല്ലാം അവൾ എപ്പോഴും പറയും എല്ലാവരോടും. പാ ഇതറിയുമ്പോൾ അവൾ ഫുൾ ബ്രേക്ക് ആകുമെന്ന് സിരിയ പറയുന്നു. നിനക്ക് എല്ലാ കാര്യം അറിയാവുന്നതല്ലേ, എൻ്റെ സിസ്റ്റർ സീന ഇപ്പോൾ ആ കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്, നീ പ്ലീസ് അവളെ സപ്പോർട്ട് ചെയ്യണമെന്ന് സിരിയ പറയുമ്പോൾ, നീ അറിയേണ്ട ആവശ്യമില്ല, നീ എൻ്റെ നല്ല ഫ്രണ്ടാണ്, ഞാൻ നിന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുമെന്ന് അവൻ പറയുന്നു. നെക്സ്റ്റ് സീനിൽ തീയുടെ കമ്പനിയിൽ ഒരു മീറ്റിംഗ് ആണ് കാണിക്കുന്നത്. ഡയറക്ടർ അവനോട്
നിന്റെ കാറിന്റെ സെയിൽസ് കൂട്ടണമെങ്കിൽ നീ ചെയ്യുന്ന ഈ ആഡ് ഒരുപാട് പോപ്പുലർ ആകണം. അതിന് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഏതെങ്കിലും നല്ലൊരു മോഡലിനെ വെച്ച് ഈ ആഡിൽ ആക്ട് ചെയ്യിക്കുന്നതാണ്. അങ്ങനെയാകുമ്പോൾ ആഡ് പോപ്പുലർ ആകും, സെയിൽസും ഓട്ടോമാറ്റിക്കലി കൂടുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഐഡിയ ദാരികയ്ക്കും തീക്ക് ഇഷ്ടമാകുന്നു. ആ ഡയറക്ടർ മോഡലെ ചൂസ് ചെയ്യുന്നത് സീനയാണ്. അദ്ദേഹം സീനെ കോൾ ചെയ്യുന്നുണ്ട് ഈ വർക്കിനെ കുറിച്ച് പറയാൻ. പക്ഷേ കമ്പനിയുടെ പേര് പറയുമ്പോൾ സീന ഷോക്കാകുന്നുണ്ട്. ഇല്ലില്ല, ഈ വർക്ക് ചെയ്യാൻ താൻ തയ്യാറല്ലെന്ന് അവൾ പറയുന്നു. നീ എന്താ ഈ പറയുന്നത്? നിന്നെ സംബന്ധിച്ച് നിന്റെ കരിയറിലെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇതെന്ന് അദ്ദേഹം പറയുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഈ കമ്പനിയുമായി ആഡ് ചെയ്യാൻ താൻ തയ്യാറല്ലെന്ന് സീന പറയുന്നു. എന്നിട്ട് കോള് കട്ട് ചെയ്യുന്നുണ്ട്. ആ ഡയറക്ടർ പലതവണ അവളെ കോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ തീ വീട്ടിലേക്ക് വരുമ്പോൾ ഡയറക്ടർ അവനെ കോൾ ചെയ്യുന്നു. നമ്മുടെ ആഡിന് വേണ്ടി ഏത് മോഡലാണ് വർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് തീ ചോദിക്കുമ്പോൾ ഞാൻ ഏത് മോഡലിനെയാണോ ഈ ആഡിന് വേണ്ടി ഉദ്ദേശിച്ചത് അവൾ വർക്ക് ചെയ്യാൻ തയ്യാറില്ലെന്ന് പറഞ്ഞു എന്ന് ഡയറക്ടർ പറയുന്നു. ഒരു കാര്യം ചെയ്യൂ, അവളുടെ ഫോൺ നമ്പർ താങ്കൾ എനിക്ക് തരൂ. ചിലപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ അവൾ കൺവിൻസ് ആയാലോ എന്ന് അവൻ പറയുന്നുണ്ട്. ഈ മോഡൽ ഡയറക്റ്റായിട്ട് ഒരു ക്ലയൻറ്റുമായിട്ട് മീറ്റ് ചെയ്യാറില്ല, എല്ലാം അവളുടെ സെക്രട്ടറി വഴിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആഡിൽ ഇവൾ പെർഫെക്റ്റ് ആണ്, നന്നായിട്ട് സ്റ്റണ്ട് ചെയ്യും. ഈ ഫീൽഡിൽ ഇവളുടെ അത്രയും നന്നായിട്ട് സ്റ്റണ്ട് ചെയ്യുന്ന മറ്റൊരു മോഡലില്ല. അതുകൊണ്ട് ഇവൾ തന്നെയാണ് ഈ ആഡിന് ബെറ്റർ എന്ന് ഡയറക്ടർ പറയുന്നു. ഞാൻ സംസാരിച്ച് കൺവിൻസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാമെന്ന് തീ പറയുന്നു. ഡയറക്ടർ കോള് കട്ട് ചെയ്ത ശേഷം ഫോൺ നമ്പർ അയച്ചു കൊടുക്കുന്നു. ഫോൺ നമ്പർ എന്ന് പറയുന്നത് നണ്ണിൻ്റെയാണ്. കാരണം സീനയുടെ സെക്രട്ടറി നണ്ണാണല്ലോ. അപ്പോൾ റിയലായിട്ടും ഞാൻ തീയുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് അവനുമായി സംസാരിച്ച് നിൽക്കുകയാണ്. തീ അപ്പോൾ ഡയറക്ടർ അയച്ചു കൊടുത്ത് ആ ഫോണിൽ കോൾ ചെയ്യുന്നു. അപ്പോൾ നണ്ണിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഇത് ആരാണെന്ന് അവൾക്കറിയില്ലായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യപ്പെട്ട കോളായിരിക്കും, ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞ് അവിടെ നടന്നു പോകുന്നു. എന്നിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. തീയാണ് സംസാരിക്കുന്നതെന്ന് അവൾക്കറിയില്ല. തീ എല്ലാ കാര്യങ്ങളും അവളോട് പറയുന്നു, ആഡിനെ കുറിച്ചും കമ്പനിയുടെ പേരുമെല്ലാം. കമ്പനിയുടെ പേര് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സംശയം തോന്നുന്നു, തന്നോട് സംസാരിക്കുന്നത് തീയാണോ എന്ന്. അവൾ പോയി നോക്കുന്നുണ്ട്. അവൾക്ക് മനസ്സിലാകുന്നു തീയാണ് തന്നോട് സംസാരിക്കുന്നതെന്ന്. അവൾ ആകെ ഷോക്കാകുന്നുണ്ട്. എന്ത് പറയണമെന്നറിയില്ല. അവൾ അപ്പോൾ തന്നെ ആ ഓഫർ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. സോറി സർ, എൻ്റെ മാഡം ഇപ്പോൾ ഒരുപാട് ബിസിയാണ്, അവളുടെ ഷെഡ്യൂൾ ഒരുപാട് ടൈറ്റാണ്. താങ്കളുടെ ആഡ് ചെയ്യാൻ മാഡത്തിന് ഒട്ടും പറ്റില്ല. ഞാൻ എന്തായാലും സംസാരിച്ച് നോക്കാം. താങ്കൾ ബെറ്റർ മറ്റേതെങ്കിലും മോഡൽ നോക്കുന്നതാണെന്ന് അവൾ പറയുന്നു. അപ്പോൾ തീക്ക് എന്തോ വിയേർഡായിട്ട് ഫീൽ ചെയ്യുന്നു. താൻ സംസാരിക്കുന്ന ആള് തൻ്റെ അടുത്തുള്ള പോലെ. അവൻ നന്നെ നോക്കുമ്പോൾ താൻ മറ്റാരോട് സംസാരിക്കുന്ന പോലെ നണ്ണ് ആക്ട് ചെയ്യുന്നുണ്ട്. നന്നോടി സീനടുത്ത് വരുന്നു. എന്നിട്ട് എല്ലാ കാര്യങ്ങളും അവളോട് പറയുന്നുണ്ട്. തന്നെ തീ കോൾ ചെയ്യുന്നും അവൻ്റെ വർക്കിൻ്റെ കാര്യമെല്ലാം. ഞാൻ കുറച്ചു മുന്നേ റിജക്റ്റ് ചെയ്ത വർക്ക് തീയുടെ കമ്പനിയുടേതാണ്. നമ്മളിനി എന്ത് ചെയ്യും? ഈ സത്യം എങ്ങാനും തീ അറിയുകയാണെങ്കിൽ അവൻ പോലീസിനെ വിളിച്ചാലോ, നമ്മളെ അറസ്റ്റ് ചെയ്താലോ, നമ്മൾ എന്ത് ചെയ്യും എന്നെല്ലാം ചോദിച്ച് ഞാൻ ഒരുപാട് പേടിക്കുന്നു. നീ ഇത്രയും പേടിക്കാതിരിക്കൂ, പോസിറ്റീവായി ചിന്തിക്കൂ. ഈ വർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്തെങ്കിലും വഴി കണ്ടെത്താമെന്ന് സീന പറയുന്നു.